ഹലോ എവരിവൺ, പോർട്ട്ഫോളിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഓവറോൾ 200 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് തന്ന ഒരു വീക്കായിരുന്നു കഴിഞ്ഞു പോയത്. മൺഡേ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 24,710 24,900 എന്നൊരു പോയിൻറ്റ് ടച്ച് ചെയ്ത ശേഷം ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,895 തുടർച്ചയായ 9 സെഷൻസിലെ ഇടിവിന് ശേഷം ഒരു പോസിറ്റീവ് ക്ലോസോട് കൂടിയാണ് നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. മാറ്റമില്ലാത്ത റിപ്പോ നിരക്കും GST റീഫോമുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതുകൂടാതെ ഒക്ടോബർ 9 TCSൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി ആരംഭിക്കുന്ന Q2 റിസൾട്ട് സീസണും അതിനു മുൻപായി വരുന്ന പോസിറ്റീവ് മാർക്കറ്റ് അപ്ഡേറ്റും വിപണിക്ക് കരുത്ത് പകരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓവറോൾ നിഫ്റ്റി ഒരു 1% നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 2.21% നേട്ടം കൈവരിച്ചു. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് 4.4%, മെറ്റൽ 3.9%, പ്രൈവറ്റ് ബാങ്ക് 2.5%, ഓയിൽ ആൻഡ് ഗ്യാസ് 2.17%. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായ സംശയങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇൻട്രാഡേ കോൾസും അതുപോലെ സ്വിംഗ് സജഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടില്ലാത്ത ആളാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ NRI ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മളുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ റീസെൻ്റായിട്ട് കൊടുത്ത കുറച്ച് കോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാലിയോൺ ഇന്ത്യ, അത് ഓഗസ്റ്റ് 19 നമ്മൾ കൊടുത്തിരുന്നതാണ്. 152 ആയിരുന്നു എൻട്രി പ്രൈസ് പറഞ്ഞത്. സ്റ്റാലിയോണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 287. അതായത് ഏകദേശം ഒരു 40 ദിവസം കൊണ്ട് തന്നെ 90% റിട്ടേൺ ആണ് ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയിരുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് കൊഡാക് മഹീന്ദ്ര. കൊഡാക് മഹീന്ദ്ര ഞങ്ങൾ കൊടുത്തത് സെപ്റ്റംബറിലായിരുന്നു. കൊഡാക് മഹീന്ദ്ര എൻട്രി പ്രൈസ് പറഞ്ഞാൽ 1990 ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2108 ആണ്. ഏകദേശം 6% പ്രോഫിറ്റാണ് 15 ദിവസം കൊണ്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിന് മുന്നേ ഇത് കൂടാതെ കൊടുത്ത കൃഷിവൽ ഫുഡ്, അതുപോലെ റെഡിങ്ടൺ, NRB വയറിങ്, ഓല ഇലക്ട്രിക്, ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രോ സൊല്യൂഷൻസ്, ഇതൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഇപ്പോഴും ഞങ്ങളുടെ മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ കൊടുത്ത ഒരു ETF ആയിരുന്നു നിപ്പോൺ ഇന്ത്യയുടെ സിൽവർ ബീസ് എന്ന് പറയുന്നത്. അന്ന് അതിൻ്റെ പ്രൈസ് വെറും 90 റുപ്പീസ് അടുപ്പിച്ച് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കോൾസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു സെക്ടറാണ് ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിനെ കുറിച്ചും അതുപോലെ ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനീസിനെ കുറിച്ചുമൊക്കെയുള്ള വീഡിയോ മുന്നേ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനിയും നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US ഷട്ട് ഡൗൺ തന്നെയാണ് മേജർ ന്യൂസ് എന്ന് പറയുന്നത്. ഫെഡറൽ ഷട്ട് ഡൗണിനെ തുടർന്നുണ്ടായ സ്തംഭനം ഇപ്പോഴും തുടരുന്നത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോബിനെ ബാധിക്കുമെന്നാണ് ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്ത ആഴ്ചയിലെ മേജർ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 7 USൻ്റെ കൺസ്യൂമർ ഇൻഫ്ലമേഷൻ എക്സ്പെക്റ്റേഷൻ ഡേറ്റയും ഒക്ടോബർ 8 FOMC മീറ്റിംഗ് മിനിറ്റ്സും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒക്ടോബർ 9 ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ പ്രസ്താവനയും വിപണിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്നാൽ യൂറോപ്യൻ വിപണി കഴിഞ്ഞ ആഴ്ചയിൽ 2% നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട IPOകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ക്യാപിറ്റൽ, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6 മുതൽ 8 വരെയാണ്. അതുപോലെ LG ഇലക്ട്രോണിക്സ്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത് ഒക്ടോബർ 7 മുതൽ 9 വരെയാണ്. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,600, അതുപോലെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,000 മുതൽ 25,100 വരെയുമാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സലാണ്, ഒരു അപ്സൈഡ് മൊമെൻറ്റും ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും അതുപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുമുള്ള ട്രേഡ്സ് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക്